അനേകായിരം വർഷങ്ങളുടെ അധിനിവേശങ്ങളുണ്ടായിട്ടും ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ടിട്ടും ഹിന്ദുമതം നിലനിൽക്കുന്നതിൻ്റെ കാരണം ഹിന്ദുമതം യഥാർത്ഥ സത്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും വഴി തുറക്കുന്ന ഒരു കാഴ്ചപ്പാടായതുകൊണ്ട്, വെറും മതം എന്നുള്ള നിലയിലോ ഒരു വ്യക്തിയുടെ ദൃഷ്ടിയിലുണ്ടായിട്ടുള്ളതോ അല്ല. അനേകം ഋഷീശ്വരന്മാരുടെ കാഴ്ചപ്പാടുകൾ എല്ലാം ക്രോഡീകരിച്ച് ഒന്നിച്ച് ചേർന്ന് പ്രത്യേകിച്ചൊരു ശ്രമം കൂടാതെ തന്നെ അതിൻ്റെ സ്വാഭാവികതയിൽ സംഭവിച്ച ഒരു കൾച്ചറായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സംസ്കൃതി ആയതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. അല്ലാതെ ഒരു യേശുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു മുഹമ്മദ് നബിയുടെയോ ഒക്കെ വിഷനല്ല, ഒരു വ്യക്തിയുടെ, ഒരു മോശയുടെയും വിഷനല്ല. അനേക ഋഷീശ്വരന്മാരുടെ വിഷനായതുകൊണ്ടാണ് അതിനൊരു സത്യത്തിലോട്ടുള്ള ഒരു വഴി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ മാത്രം ചിന്താഗതിയാകുമ്പോൾ അതിനകത്ത് ഒരുപാട് സ്വാർത്ഥ താല്പര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതേസമയം ഹിന്ദു കൾച്ചറിൽ ഒരു വ്യക്തിയുടെ മാത്രം സ്വാധീനത്തിലുണ്ടായതല്ല, അനേക കാലഘട്ടത്തിലെ പരിണാമങ്ങളുടെ ഒരു വഴിയും കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട്. പരിണാമത്തിൻ്റെ ബലമുണ്ട്. അതായത് ശുദ്ധീകരിക്കേണ്ട സമയത്ത് ശുദ്ധീകരിച്ചിട്ടുണ്ട്. വേണ്ടാത്തവയെ, അല്ലെങ്കിൽ നമ്മുടെ സുഖകരമായിട്ടുള്ള ജീവിതത്തിന് അത് ഉതകത്തില്ല എന്ന് തോന്നിയ സമയങ്ങളിലെല്ലാം അത് ഉതകുവാൻ വേണ്ടിയിട്ട് പരിഷ്കരണങ്ങൾ വരുത്തേണ്ടടുത്ത് വരുത്തിയിട്ടുണ്ട്, വിമർശനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നത്, അർജുന നീ ഇത് വിമർശന ബുദ്ധിയാണ് സ്വീകരിക്കുക എന്ന് പറയുന്നത്. അതായത് ഞാൻ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങണമെന്നല്ല പറയുന്നത്. നീ ഇത് വിമർശന ബുദ്ധി, നിൻ്റെ ഉള്ളിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം സ്വീകരിച്ചാൽ മതി. നിനക്ക് ദഹിക്കാത്തതൊന്നും നീ സ്വീകരിക്കണ്ട, നീ ഉപേക്ഷിച്ചേക്കാൻ പറയും. അതുതന്നെയാണ് അതിൻ്റെ വാസ്തവികത. അപ്പം നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനെ മാത്രം സ്വീകരിച്ചാൽ മതി. അല്ലാത്തതിനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സ്വതന്ത്ര ബുദ്ധിയായിട്ട് നമുക്ക് വളരാൻ സാധിക്കും. നമുക്ക് വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കാം, നമുക്ക് സംശയമുള്ളപ്പം ചോദിക്കാം. ആരോട് ചോദിക്കാം? പുറത്തുള്ളവരോടും ചോദിക്കാം, ഗുരുക്കന്മാരോട് ചോദിക്കാം, അതുപോലെ തന്നെ ആചാര്യന്മാരോട് ചോദിക്കാം, നമ്മളോട് തന്നെ ചോദിക്കാം. അങ്ങനെ ഒരുപാട് പേരോട് ചോദിച്ച് അങ്ങനെ അനേകം ചോദ്യം ചെയ്യപ്പെടലുകളുടെ നിന്നുണ്ടായ ഒരു അമൃതിന് തുല്യമായിട്ടുള്ള അറിവാണ് ഇപ്പം ഭാരതീയ സംസ്കാരത്തിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ആത്മാവായിട്ട് നിലകൊള്ളുന്നു. അപ്പം അതിനെ ധ്വംസിക്കുന്ന വിധത്തിൽ നിസാരപ്പെട്ട ഒരു ഭജന പാടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭജന അങ്ങോട്ടെടുത്ത് വേറെ കുറേ ആൾക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ ഒരു ഭജന പാടി മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഹിന്ദുവായിട്ടുള്ള യഥാർത്ഥ ഹിന്ദു കൾച്ചർ എന്തുവാന്ന് അറിഞ്ഞിട്ടുള്ളവർക്ക് പൊള്ളും, അവർ ചോദ്യം ചെയ്യും. അത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ഒരുത്തൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല. ഹിന്ദുക്കൾ മാത്രം മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ബലി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടപ്പുള്ള കാര്യമല്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മതസൗഹാർദ്ദമുണ്ട്. അതായത് എല്ലാ മതങ്ങളും ഒഴിഞ്ഞിട്ട് എല്ലാ വ്യക്തികളും സ്വതന്ത്ര ബുദ്ധിയോടെ ചിന്തിക്കാൻ തുടങ്ങുന്ന, സത്യത്തിലേക്ക് ഒരു വഴി തുറക്കുന്ന അവസ്ഥയിലുണ്ടാകുന്ന ഒരു മതത്തിനും അതീതമായിട്ട്, അല്ലെങ്കിൽ മതത്തിന് പരിണാമം സംഭവിച്ചിട്ടുള്ള ഒരു സ്റ്റേജുണ്ട്. ആ സ്റ്റേജ് വരുമ്പോൾ നമുക്ക് അന്നേരം മാത്രമേ യഥാർത്ഥ മതേതരത്വം ഉണ്ടാകത്തുള്ളൂ. അല്ലാത്ത കാലഘട്ടത്തിൽ വെറുതെ മതേതരത്വം എന്ന് പുറത്ത് പറയുകയും അകത്ത് തോന്നിയ പോലെ ജീവിക്കുകയും അകത്ത് മനസ്സിൻ്റെ ഉള്ളിൽ വിദ്വേഷവും പുച്ഛവും പരിഹാസവും അവജ്ഞയും എല്ലാം വെച്ചുകൊണ്ട് പുറമേക്ക് ഞാൻ മതേതരനാണെന്ന് കാണിക്കുന്ന ഒരുപാട് ചെങ്കീരികളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ചെങ്കീരികൾ ഇനിയും വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിയായിട്ട് തന്നെ ഊക്കി വിടും. ഒരു ദാക്ഷിണ്യവും ഇല്ല.